ഗൈസ് നമസ്കാരമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില രുചി അന്വേഷിച്ചുള്ള ഒരു യാത്രയിലാണ്. ആൻഡ് മാത്രമല്ല ഒരു ഫുൾ ലോക്ക്ഡൗൺ ഒക്കെ വന്ന സമയത്ത് പല ആൾക്കാരും പറയുന്നുണ്ടായിരുന്നു എൻ്റെ ഫേവറേറ്റ് ബെറോട്ട മിസ് ചെയ്യുന്നു, ബിരിയാണി മിസ് ചെയ്യുന്നു, ബീഫ് മിസ് ചെയ്യുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് പല ആൾക്കാർക്ക് മിസ് ചെയ്ത വേറൊരു കാര്യമുണ്ട്, അവരുടെ ഫേവറേറ്റ് ഹാങ് ഔട്ട്. അതായത് വൈകുന്നേരം എല്ലാ ജോലിയും കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു കോളേജ് കഴിഞ്ഞ് തിരക്കുകൾ മാറിയിട്ട് ഒന്ന് നിങ്ങളെ വൈൻഡ് ഔട്ട് ചെയ്യുന്ന റിലാക്സ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടാവും, നിങ്ങളുടെ സ്പെഷ്യൽ ഫേവറേറ്റ് പ്ലേസ്. അപ്പോൾ അങ്ങനെ എൻ്റെ പ്രൊഡ്യൂസർ ചങ്ങായിയുണ്ട്, പുള്ളിക്കാരൻ അഖിൽ കൊണ്ടുവന്ന് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ രാത്രി 1 മണിക്ക് 2 മണിക്ക് ഒക്കെ ഒന്ന് ഇറങ്ങി ഒരു ചെറിയ റൈഡിന് പോകാനുള്ള ഒരു ശീലമുണ്ട്, ഫാമിലി ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ 24 മണിക്കൂർ വെച്ചാൽ ഓവർനൈറ്റ് മൊത്തമുണ്ട്. രാത്രി 2 മണി 3 മണിക്ക് വന്നു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഒരു അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റിംഗ് മെനു. ഈ പറയുന്ന പോലെ ചായ, കട്ടൻ ചായ, ലൈം ടീ, പിന്നെ ചില കൂൾ ഡെലിക്കസീസ് ഇൻക്ലൂഡിങ് ബർഗേഴ്സ് ആൻഡ് സാൻഡ്വിച്ചസ്. ആ ടൈപ്പ് കഫേ കിട്ടുന്ന സാധനങ്ങളെല്ലാം കിട്ടും. സോ വി വർ ലൈക്ക് സോ ഹുക്ക്. ആ സമയത്ത് അൺഫോർച്ചുനേറ്റ്ലി നല്ല ഐശ്വര്യത്തുള്ള സമയമായിരുന്നു എന്ന് പറയുന്ന പോലെ ലോക്ക്ഡൗൺ വന്നു. ബട്ട് ഇപ്പോഴും തിരിച്ച് താവൂസ് കഫേ രാത്രിയില്ല, കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ച് വൈകിട്ട് ഒരു 9 o'clock വരെ ചാലുവാണ്. പക്ഷേ തിങ് ഈസ്, ഇവിടെ വന്ന് വൈകുന്നേരങ്ങൾ അല്ലെങ്കിൽ രാത്രികൾ ഒന്ന് അവരുടെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ ഷെയർ ചെയ്ത് പോകുന്ന ആ ഒരു തോട്ട് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കിട്ടി അവർക്ക്. രാത്രി എന്നുള്ളത് ചിലപ്പോൾ വൈകുന്നേരമായെങ്കിലും ഈവനിങ് ഇവിടെ ബസ്സിങ് വിത്ത് ആക്ടിവിറ്റി. അപ്പോൾ ഇന്ന് വൈകുന്നേരം ഒന്ന് ചങ്ങാതിമാരുടെ കൂടെ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു വർത്തമാനമൊക്കെ പറഞ്ഞ് മേ ബി വിൽ ഓൾസോ ട്രൈ എ ഫ്യൂ ഡെലിക്കസീസ് ദാറ്റ് വി ഹാവ് ഹിയർ. ബട്ട് വി ആർ ഹിയർ റൈറ്റ് നൗ അറ്റ് താവൂസ് കഫേ. ടെക്നോ പാർക്ക് ഫേസ് 3യുടെ അടുത്താണ്, അതിൻ്റെ വളരെ അടുത്താണ്. അതോ ആ കാണുന്ന ഇവിടെ നിന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഡിസ്റ്റൻസിലേ ഉള്ളൂ ടെക്നോ പാർക്ക് ഫേസ് 3. സോ ലെറ്റ്സ് ഗോ ആൻഡ് സീ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസ്. അപ്പോൾ ഒരിക്കൽ കൂടെ നമസ്കാരം. ശരി, അപ്പോൾ ഇവിടെ ഞാൻ ആക്ച്വലി ഇതിന് മുൻപ് വന്നിട്ടുള്ളപ്പോഴത്തേക്കും ലോക്ക്ഡൗൺ തൊട്ട് മുമ്പായിരുന്നു. അപ്പോൾ ഞാൻ രാത്രി വരാമല്ലോ എന്നൊക്കെ പറഞ്ഞ് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക, ഈ ഒരു ഏരിയയിൽ എന്ന് മാത്രമല്ല, എനിക്കൊന്ന് സിറ്റിയിൽ നിന്നൊക്കെ രാത്രിയൊക്കെ ആൾക്കാർ ഒരു കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ളൊരു ആംബിയൻസും ഉണ്ട്. നിങ്ങളുടെ ഭക്ഷണവും അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമാണ്, ഡ്രിങ്ക്സ് ഉൾപ്പെടെ അല്ലേ. അപ്പോൾ ആദ്യമേ ഈ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു രാത്രി എന്നുള്ളത്? ആദ്യമേ എങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ. ഏറ്റവും കൂടുതൽ തിരക്കെപ്പോഴാണ്? നൈറ്റ് ടൈമാണ്. യൂഷ്വലി അപ്പോൾ രാത്രി നിങ്ങളുടെ മെയിൻ ഒരു വൈബുള്ള സമയത്ത് ഇവിടെ ആളില്ല. അതെ, അത് ശരിയാ. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഇവിടെ ആ ഏരിയയിലുള്ള എല്ലാവർക്കും അവരുടെ ഫേവറേറ്റ് ഹാങ് ഔട്ട് സ്പോട്ട് തിരിച്ച് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് അല്ലേ. ഇവിടുത്തെ എന്താ പറയുക, ഒരു പരിധി വരെ ഇവിടുത്തെ ഒരു മൂഡും വൈബും ഇവിടുത്തെ കിട്ടുന്ന ഭക്ഷണവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാൽ ഇവിടുത്തെ ഫേവറേറ്റ് എന്താണ് ആൾക്കാരുടെ? കപ്പ ബിരിയാണി. ഉച്ചയ്ക്ക് പോകുന്നത് അല്ല, നൈറ്റ് ഉണ്ട്. അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ബർഗർ കൈൻഡ് ഓഫ് സാധനങ്ങൾ. ബട്ട് കപ്പ ബിരിയാണി ഉണ്ട്. അതെ അതെ, അത് വന്ന് ചോദിച്ചെടുക്കുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് പേരുണ്ട്. ഡ്രിങ്ക്സിൽ താങ്കളുടെ ഫേവറേറ്റ് എന്താണ്? ക്രൗഡ് ഫേവറേറ്റിലേക്ക് വരാം. ഡ്രിങ്ക്സിൽ ചോക്കോ കോൾഡ് കോഫി, അങ്ങനെ കോൾഡ് കോഫി അല്ലേ. ഇവിടുത്തെ എന്താണ് ഹോട്ട് ബിവറേജസ് മാത്രമേ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഒരിക്കൽ തണുപ്പ് സാധനങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇൻക്ലൂഡിങ് ദ ചോക്കോ കോൾഡ് കോഫി അല്ലേ. സോ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പം കപ്പ ബിരിയാണി ഉണ്ട് എന്ന് പറഞ്ഞതോടുകൂടി 1-2 ടൈപ്പ് ഓഫ് ക്യൂസീൻസ് ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ട്, പിന്നെ ബർഗേഴ്സ് ഉണ്ട്, ദെൻ കപ്പ ബിരിയാണി, ദെൻ കൊത്തുപൊറോട്ട ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കറണ്ട് സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പം ഇല്ല. ഇപ്പം എന്തൊക്കെയുണ്ട്? ഇപ്പം ബ്രോസ്റ്റഡ് ഉണ്ട്. ഇപ്പം ഈ പറയുന്ന 9 മണി വരെയും ബാക്കി മെയിൻ ഇവിടുത്തെ ആൾക്കാർ ചോദിച്ചു വരുന്ന കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടോ? ഇന്ന് കപ്പ ബിരിയാണി ഇല്ല, ഇപ്പം അല്ലെങ്കിലും ഉണ്ടാവും. ഇന്ന് ബ്രോസ്റ്റഡ് ആണ്. ഇന്നിപ്പോൾ ബ്രോസ്റ്റഡ് ഒക്കെയാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു കോണ്ടിനെന്റൽ സ്റ്റൈലിൽ മേ ബി ചിലപ്പോൾ നല്ല സാൻഡ്വിച്ചസ് വളരെ എളുപ്പത്തിന് ഈസി ആയിട്ട് ഇരുന്ന ഒരു ഓവർ എ കപ്പ് ഓഫ് കോഫി എന്ന് പറയുന്നത്. പക്ഷെ അതല്ല, നമ്മുടെ കപ്പ ബിരിയാണി ഉൾപ്പെടെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നതാണ്.
ഇന്നിപ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത്? ഇന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ. ബ്രോസ്റ്റഡ് ഉണ്ട്. ഞാൻ എന്തായാലും ബ്രോസ്റ്റഡ് ഇവിടുത്തെ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് കയറി ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നതൊന്ന് കാണാമല്ലോ അല്ലേ? കാണാം. അപ്പോൾ നിങ്ങൾ ബ്രോസ്റ്റഡിന് സാധാരണഗതിയിൽ പറയുന്ന പോലെ അതിൻ്റെതായ ഒരു ചെറിയ മസാല ട്വീക്കിംഗ് ഉണ്ടോ? ഉണ്ട്, നിങ്ങളുടേതായ ഒരു ചെറിയ അല്ലേ? ഓൾറൈറ്റ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഇവരിവിടെ ബ്രോസ്റ്റഡ് ഉണ്ടാക്കുന്നത് നമ്മൾ കാണാൻ പോവാണ്, അതിന് ട്രൈ ചെയ്യാൻ പോവാണ്. എല്ലാവരുടെയും സീക്രട്ട് മസാല പറഞ്ഞു തരത്തില്ല, ബട്ട് ദർ ഈസ് സംതിങ് സ്പെഷ്യൽ. നമ്മുടെ വെൽക്കം ഡ്രിങ്ക് ആണ്. ഞാൻ ഇതിന് മുമ്പ് ഇവിടുത്തെ ആക്ച്വലി ലൈം ടീ കുടിച്ചിട്ടുണ്ട്, വിച്ച് ഈസ് നൈസ്. പക്ഷേ ഇത് മിന്റ് ലെമൺ ആണ് അല്ലേ? അപ്പം നമ്മൾ യൂഷ്വലി ഇവിടെ വരുന്നത് യു കം ഫോർ വെറുതെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മളൊരു കട്ടന് വേണ്ടി ഇവിടെ നിർത്തും. അതിന് ഇവിടുത്തെ കട്ടൻ്റെ എളുപ്പമാണ് നമ്മൾ പറയാനായിട്ട്. വെറുതെ തേയിലയാണ്, പാലാണ്, അല്ലെങ്കിൽ പഞ്ചസാര, വെള്ളം എന്നൊക്കെ പറയും. പക്ഷേ അതിൻ്റെ ഒരു ബാലൻസ് ഉണ്ട്. അതിന് ഇവിടുത്തെ കട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു 3-4 തവണ ട്രൈ ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദിസ് ഈസ് നൈസ്. ഇറ്റ്സ് ഗുഡ്. അപ്പം ഈ ഒരു എന്താ പറയുക, ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ ഒരുപാട് ആൾക്കാർ പറയാറുണ്ടോ? അത് കൂടുതലും താങ്കൾ പറഞ്ഞ പോലെ പിന്നെ ഹെവി ചോക്ലേറ്റ് കോൾഡ് ഡ്രിങ്ക് ഒക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത്. എത്ര വെറൈറ്റി കട്ടൻ ഇവിടെ? ഇവിടെ ഒരു 7-8 കട്ടന് തന്നെ 7 വെറൈറ്റി ഉണ്ട്. താങ്കളുടെ ഫേവറേറ്റ് അപ്പോൾ ഏതാണ്? ലൈം ടീ. പ്ലെയിൻ ലൈം ടീ. ഒരു 7-8 വെറൈറ്റി കട്ടൻ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, പതുക്കെ ഈ വെൽക്കം ഡ്രിങ്ക് കുടിച്ചുകൊണ്ട് നൈസ് അകത്ത് കയറിയ ബ്രോസ്റ്റഡ് എന്തായെന്നുള്ളത് നോക്കണമല്ലോ. അതാണ് മെയിൻ ഇന്നത്തെ ഹീറോ ഓഫ് ദി ഡേ. സോറി, നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് ഇടിച്ചു കയറാണ്. നമസ്കാരമുണ്ട്, എൻ്റെ പേര് വിഷ്ണു എന്നാണ്. RJ വിഷ്ണു. പേരെന്താണ്? വിഷ്ണു. നന്നായി. എൻ്റെ ക്ലാസ്സിൽ 3 വിഷ്ണുവാണ്. എവിടെ പോയാലും ഒരു വിഷ്ണുവിനെ കാണാത്ത ഒരു പരിപാടിയില്ല. ഷഹൻഷാ, അമിതാഭ് ബച്ചൻ അല്ലല്ലോ. അക്ബർ അലി ഖാൻ, സാജൻ, ശരത്. നിങ്ങൾ ഇവിടുത്തെ സ്ഥിരം ടീമാണോ? അപ്പൊ എനിക്ക് നിങ്ങൾ വന്നിരിക്കുന്ന ഒരു മൂഡ് കണ്ടപ്പോൾ മനസ്സിലായി നിങ്ങൾ എന്താ പറയുക, ഭക്ഷണം ഒരു പ്രധാന ഘടകമാണ് എങ്കിലും നിങ്ങളുടെ ഒരു കൂട്ടാണല്ലേ ഇവിടെ വന്ന് നിങ്ങൾ സ്ഥിരമായിട്ട്. എവിടെ വർക്ക് ചെയ്യണോ? ബിസിനസ്സാണ്. വർക്ക് ചെയ്യണം. അപ്പൊ ഈ ഏരിയയിൽ താമസമാണോ അതോ നിങ്ങൾ വേറെ സിറ്റിയിൽ നിന്നൊക്കെ വന്നോ? അല്ല, ഇവിടെ താമസം. എല്ലാവരും ഈ ഏരിയക്കാർ തന്നെയാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇവിടെ വന്ന് ഇവിടെ കൂടാം എന്ന് പറയും അല്ലേ? വീട്ടിലാകുമ്പോഴത്തേക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് വരെ യോഗാസനം പഠിച്ചാൽ തല്ലൊക്കെ. ശരി, അപ്പം സ്ഥിരം വരുന്ന ആൾക്കാരാണ്. ഒബ്വിയസ്ലി നിങ്ങളുടെ ഈ ഒരു ബഹളവും തമാശകളും ഒക്കെ ഞാൻ കണ്ടു, ആ ഒരു വൈബ് മനസ്സിലായി. പക്ഷെ ഇവിടുത്തെ ഒരു ഫേവറേറ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഡിഷ് എന്താണ്? അവിടെ ഏറ്റവും ഫേവറേറ്റ് അവിടുത്തെ കട്ടനാണ്. നിങ്ങൾ ഈ ലോക്ക്ഡൌൺ വരുന്നതിന് മുമ്പ് രാത്രി വന്നിരിക്കുന്ന ടീമായിരുന്നു. നിശാചരന്മാരാണ്. ഇപ്പൊ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു? കുറച്ച് പാടാ. ഉള്ള സമയം കൊണ്ട് അല്ലേ നമുക്ക് ഈ പറയുന്ന കോവിഡ് പ്രോട്ടോകോളൊക്കെ പാലിച്ചാണെങ്കിലും ഉള്ളതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പൊ താങ്കളുടെ ഫേവറേറ്റ്? അങ്ങനല്ലേ, എനിക്ക് ഇവിടെ വന്നാൽ എനിക്ക് ഇവിടുത്തെ എല്ലാ ഫുഡും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ എല്ലാം മേടിക്കാറുണ്ട്. എല്ലാം ഒബ്വിയസ്ലി സ്ഥിരം വരും, എല്ലാം ട്രൈ ചെയ്യുന്നതാണെന്ന് മനസ്സിലായി. മാത്രമല്ല ഇവിടുത്തെ ഒരു മൂഡും കിടിലാണ് അല്ലേ? അപ്പോൾ ഇതാണ് ഇവിടെ എല്ലാ ചങ്ങാകാരും വരുന്നത്. ഒന്ന് ഇവിടുത്തെ ഭക്ഷണവും ഡ്രിങ്ക്സും മാത്രമല്ല, ഹോട്ട് ആൻഡ് കോൾഡ്, ബട്ട് ഓൾസോ ദ ആംബിയൻസ് ആൻഡ് എന്താ പറയുക, ഫ്രണ്ട്സുമായിട്ടുള്ള ഒരു ഹാങ് ഔട്ട് പോയിന്റ്. സോ ദാറ്റ്സ് ദ ഹൈലൈറ്റ്. നമുക്കിനി എന്തായാലും കിച്ചണിൽ ഹിറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഇത് മസാലയൊക്കെ ഇട്ട് എത്ര നേരം വെച്ചേക്കുന്നത്? ഇത് ഒരു 3 hours നേരത്തെ വെച്ചിരുന്നത്. എന്നിട്ട് ഇതിനെ ഫ്രീസ് ചെയ്യും. അപ്പോൾ മസാല ഇട്ട് ഫ്രിഡ്ജിൽ വെച്ച്. പിന്നെ ഇതിലും മസാല കുറച്ച് ഇതിലും ഇതിൽ ഇട്ട് വെക്കണ്ടല്ലോ, ജസ്റ്റ് മുക്കി എടുത്താൽ മതി. അല്ലാതെ സമയമൊന്നും ഇട്ട് വെക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി അതിൽ മസാല കൂടെ അകത്ത് കയറി കാണും അല്ലേ? അപ്പൊ എത്ര ഒരു പ്ലേറ്റ്സിന് വേണ്ടിയിട്ടുള്ളത് ഒരു ദിവസം ബ്രോസ്റ്റഡ് എടുത്ത് നിങ്ങൾ മസാലയൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെക്കും? ഇപ്പോഴത്തെ ഒരു ഇതെന്താണ്? ഇത് ജസ്റ്റ് നോർമൽ വാട്ടർ, ജസ്റ്റ് കുറച്ചുകൂടെ മസാല പിടിക്കാനായി ഇതിലുള്ള സ്പൈസസ് ഒക്കെ പിടിക്കാനായി. സാധാരണ നമ്മൾ മസാലയൊക്കെ വെള്ളത്തിൽ മുക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് പോകുന്നുള്ള ചിന്തയാണ്. അതല്ല, കഴുകി കളയുകയാണ്. അതിനൊന്ന് പ്രസ് ചെയ്യുന്നതിന് അല്ലേ?
ഓരോന്നോരോന്നായിട്ടാണോ വിടുക? ഇത് കഴിക്കാൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ ലോകത്ത് എവിടെയാണെങ്കിലും. ബ്രോസ്റ്റഡ് കഴിക്കാനായിട്ട് അതിന് വേറെ രണ്ടാമതൊരു മാർഗ്ഗമില്ല. ആഫ്റ്റർ ടേസ്റ്റ് പോകാം അല്ലേ? സാധാരണ ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്നതല്ലാതെ ഒരു ആഫ്റ്റർ ടേസ്റ്റ് ആ ഇറങ്ങി പോകുമ്പോഴത്തേക്കും ഇത് രണ്ടും നിങ്ങളുടേതായ മൈനേഴ്സ് കൊടുത്ത പ്രശ്നങ്ങളാണ് അല്ലേ? നമുക്ക് ഇവിടുത്തെ ആ മൈനേഴ്സിന്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് കൂടെ ഒന്ന് എടുത്തു നോക്കാം. ഇത് ഗാർലിക് ഹിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് കട്ടിയല്ല, ഉണ്ടാകും. ഇത് ആക്ച്വലി മയണൈസ് തന്നെയാണ് അല്ലേ? ഫസ്റ്റ് ഹിറ്റ് ചെയ്യുന്നത് കെച്ചപ്പിന്റെ ടേസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് നമുക്ക് ആദ്യമേ ആ ഗാർലിക് ഹിറ്റ് ചെയ്യുന്ന ഒരു മയണൈസ് സോസാണ്. ഗാർലിക് പ്രോപ്പർ ഹിറ്റ് ചെയ്യും. ഇത് നമ്മൾ ആദ്യം കഴിക്കുമ്പോൾ നമുക്ക് കെച്ചപ്പ് എന്ന് തോന്നും, പക്ഷെ കെച്ചപ്പിന്റെ കൂടെ മയണൈസും പ്രോപ്പർ ഈ മയണൈസ് ആണല്ലേ? ഈ മയണൈസ് പിന്നെ കെച്ചപ്പ് പിന്നെ തായ് സോസ് അങ്ങനെ ഇവരുടേതായിട്ടുള്ള കുറെ സാധനങ്ങൾ ചേർന്ന് വരുന്ന ഒരു സ്പെഷ്യൽ അല്ലേ? ഇറ്റ്സ് നൈസ്. ബ്രോസ്റ്റഡ് തന്നെയാണ്, പക്ഷെ അത് ഭയങ്കര എന്താ പറയുക സട്ടിലായിട്ടൊരു ടേസ്റ്റാണ്, ഭയങ്കര ഓവർ പോറിങ് അല്ല. ആൻഡ് ഒരു ഫ്രഷ്നെസ് ഉണ്ട് ആക്ച്വലി. സോ എനിക്ക് ഈ ബ്രോസ്റ്റഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇത് നാവിലേക്ക് തൊട്ട് നോക്കുമ്പോഴത്തേക്ക് വരുന്ന ഹിറ്റല്ല. നമ്മളൊന്ന് ചവച്ച് നമ്മുടെ സലേവറി ജ്യൂസസും നമ്മുടെ ഡൈജസ്റ്റീവ് ജ്യൂസും ഒക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ആഫ്റ്റർ ടേസ്റ്റ് വരുന്നത് ഭയങ്കര സൂതിങ് ആണ്. ഇറ്റ്സ് നോട്ട് ഓവർ പവറിങ്, കാരണം ഒരു രീതിയിലും ഒരു സ്പൈസും നമ്മളൊക്കെ അറ്റാക്ക് ചെയ്യുന്നില്ല. ഒരു സട്ടിൽ ബാലൻസ് ഉണ്ട്, അത് തന്നെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്സ്. സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ ഉള്ളതിൽ മസാലകൾക്ക് ഏതെങ്കിലും ഒരു അധിക പ്രസംഗം ഉണ്ട്, ഇത് അതില്ല. പ്യുവർ ആയിട്ട് അതിൻ്റെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് സോസുകൾക്കും അതിൻ്റെതായ ഒരു ഹൈലൈറ്റ് ഉണ്ട്. ആക്ച്വലി നൈസ് എന്താ പറയുക ഒരു ഹാർമണി ഉണ്ട് ഈ ഫുഡിൽ. ആൻഡ് ദാറ്റ്സ് വൈ ഐ തിങ്ക് ഇവിടുത്തെ ഈ ഒരു ബ്രോസ്റ്റഡ് ഇത്രയും പോപ്പുലർ ആയതും ഈ ഒരു ഏരിയയിൽ വരുന്ന ആൾക്കാർ മുഴുവൻ ചോദിച്ചു വരുന്നതിൻ്റെ റീസൺ അതാണ്. ട്രൈ ഇറ്റ് ഔട്ട്, ഇറ്റ്സ് വർത്ത് ഇറ്റ്. ഇറ്റ്സ് നോട്ട് വെരി ഓവർ പോറിങ്, സട്ടിൽ ടേസ്റ്റ്, ബട്ട് യു ലൈക്ക് ഇറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ്, ഫ്രഷ് ആയിട്ട് ഒരു ഫീൽ വരുന്നുണ്ട്, ഫ്രഷ് ആയിട്ടൊരു ടേസ്റ്റ് വരുന്നുണ്ട്. എനിക്കൊന്ന് മസാലകളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. ആരുടെ കോമ്പിനേഷനാണ്? നിങ്ങൾ ഒരുപാട് ട്രൈ ചെയ്ത് റാപ്പ് ചെയ്തിരുന്നു അല്ലേ? ഒരുപാട് ട്രൈ നടത്തിക്കാണല്ലോ. അടുത്തുള്ള ഡിഷിന് ട്രൈ ചെയ്യാൻ നമ്മുടെ പറഞ്ഞാൽ മതി. സോ നെക്സ്റ്റ് ടൈം ഇതേപോലെ ഈ പറയുന്ന പോലെ ഫ്രഷ് ആയിട്ട് വൈകുന്നേരം ഈ ഒരു ആംബിയൻസിൽ വന്ന് ഇരിക്കുമ്പോൾ തന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു വർത്തമാനം മാത്രമല്ല നല്ല ഫുഡും എൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് അതൊരു സ്പെഷ്യൽ ഫീലാണ്. സോ പാർസൽ ഒന്ന് മേടിച്ച് പോകാൻ നിൽക്കേണ്ട ഈ ഒരു ആംബിയൻസ് ആണ് ഇവിടുത്തെ ഹൈലൈറ്റ്. സോ ഇവിടെ വരിക, ഇരിക്കുക, ഭക്ഷണം കഴിക്കാം, നിറയെ വർത്തമാനം പറയുക ആൻഡ് എൻജോയ് ദ ഫുഡ് ആൻഡ് ബിവറേജസ്. നമ്മൾ ആ കോൾഡ് ചോക്കോ താങ്കളുടെ ഫേവറേറ്റ് ഡ്രിങ്ക് ട്രൈ ചെയ്തില്ല, അത് മറ്റൊരു ദിവസം നമ്മൾ വന്ന് ട്രൈ ചെയ്തത്. സോ ഡു കം ഹിയർ. ഒരിക്കലും കൂടെ സ്ഥലം പറഞ്ഞുതരാം. ടെക്നോ പാർക്ക് ഫേസ് 3 ഇതോ അടുത്താണ്, ഒരു 50 മീറ്റർ അപ്പുറത്ത് ഫേസ് 3. ഫേസ് 3 അടുത്ത് താവൂസ് കഫേ. ആൻഡ് ഇവിടുത്തെ ഈ ചങ്ങാതിമാർ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ലൈക്ക് ഐ സെഡ്, ഇറ്റ്സ് എ വെരി ഗുഡ് ഹാങ് ഔട്ട് പ്ലേസ്. സോ കം ആൻഡ് എൻജോയ് യുവർ ടൈം ആൻഡ് ഓൾസോ ദ ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഹിയർ. സോ അണ്ടിൽ വി മീറ്റ് അഗൈൻ, നമ്മൾ വേറൊരു ദിവസം വേറൊരു സ്ഥലത്തെ അടിപൊളി സ്പെഷ്യൽ ഡിഷുമായിട്ട് എത്തുന്നത് വരെ ടൈം ഫോർ മീ ടു ഫിനിഷ് ദിസ്. സോ ബൈ, സൈനിങ് ഓഫ്, ഓവർ ആൻഡ് ഔട്ട്.